ഹായ്, എല്ലാവർക്കും എഫ്&എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോയാണ് നിങ്ങളെ വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതുവരെ കാണാത്ത എല്ലാ സുഹൃത്തുക്കളും വീഡിയോകൾ കാണണം, അതുപോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ആഴ്ചകളിലും വ്യാഴാഴ്ചയും അതുപോലെ ശനിയാഴ്ചയുമാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും വൈകുന്നേരം 6 മണിക്കാണ്, കുവൈറ്റ് സമയം 6 മണിക്കാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Every single day I'm gonna make something great. That's my way. ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരംകാരുടെ സ്പെഷ്യലായ മാങ്ങ മുരിങ്ങക്ക മീൻകറിയാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ിക്കുന്നത് ആവോലി മീനാണ്. ഇതൊരു 400 ഗ്രാം മീൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്, വറ്റയോ നെയ്മീനോ. അതുപോലെ തന്നെ ഒരു 15 അല്ലി ചെറിയുള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മുരിങ്ങക്ക, ഒരു വലിയ പച്ചമാങ്ങ, 3 പച്ചമുളക്, ഒരൽപ്പം കറിവേപ്പില, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം ഉലുവ, പിന്നെ ഒരു അരമുറി തേങ്ങയുടെ 1/4 പാല്, പിന്നെ ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ, ഉപ്പ്. ആദ്യം നമുക്ക് ഇതിനായി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് മൺചട്ടി ചൂടായി കഴിയുമ്പോൾ ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കണം. ആ ഉലുവ ഒന്ന് പൊട്ടട്ടെ. ഉലുവയുടെ നിറം മാറി വരുന്നുണ്ട്. നമുക്കൊരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ഒരുപാടൊന്നും നമുക്ക് വരേണ്ട ആവശ്യമില്ല. അതോടൊപ്പം നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഒരല്പം മാറ്റി വെച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരല്പം ചുമന്ന നിറം ആവുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി പെട്ടെന്നൊന്ന് ബ്രൗൺ നിറമായി കിട്ടും. ഇപ്പോൾ ഉള്ളി ഏകദേശം നിറം മാറി വരുന്നുണ്ട്. നമുക്ക് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ തീ അല്പം കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ചട്ടി ഓഫാക്കിയിട്ട് വേണമെങ്കിലും പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ഒന്ന് അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ വഴറ്റി കൊടുക്കണം. ഒരുവിധം പൊടിയുടെ എല്ലാം പച്ചമണം മാറി എന്ന് തോന്നുന്നു. നമുക്ക് അതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ചെറിയ കപ്പിന് 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ആവോലിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു മീനാണ്, അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് ചേർത്തിരിക്കുന്നത്. എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. അത് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. മീന് പതിയെ ഒന്ന് ഇതിലേക്കൊന്ന് താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. തുറന്ന് നോക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുളിക്ക് പച്ചമാങ്ങയാണ് ചേർത്തിരിക്കുന്നത്. ഇത്
ഒരുപാടങ്ങ് വെന്തുടയേണ്ട ആവശ്യമില്ല പച്ചമാങ്ങ. ഒന്ന് നോക്കാം മീനും മുരിങ്ങക്കായും മാങ്ങയും ഒക്കെ വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പം ഏകദേശം എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. തേങ്ങാപ്പാൽ അധികം തിളച്ച് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. മീൻകറിക്കെല്ലാം വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം. ചെറിയുള്ളി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ കരിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഫ്രൈ ആയി വരണം. വരുമ്പോൾ ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടിയും 1 പിഞ്ച് മുളക് പൊടിയും കൂടെ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല ഒരു കളർ കിട്ടും. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് താളിച്ചത് ഈ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.